കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സ്തുതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം സോദരിമാരാം ഭർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുയരും ഞാനാകുന്നു കരയരുദേവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം പുറത്തേക്കിറങ്ങാം. തുറന്നു കാണിക്കുന്ന സമയത്ത് സംഭവിക്കാതെ മറത്തേക്കിന്റെ വസ്തുതാവർക്കും സുരക്ഷാനുള്ള ഉണ്ടായിരിക്കും. നമ്മുടെ വാഹനങ്ങളാണ് പരമാവധി ആളുകളെ എല്ലാ വാഹനങ്ങളിലേക്ക് പോവുക. ഇനി ആരെങ്കിലും നടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ ഇപ്പൊ തന്നെ മുമ്പോട്ട് നടക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ വാഹനങ്ങൾ ഇപ്പോൾ നിന്നത് എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമായി ദൈവിക ഭവനം പോകും നേരം സ്നേഹാദ്രതയാൽ എൻ പ്രിയജനമേ ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതോർ സ്ലേം പ്രാപിപ്പതിനായി. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുകലങ്ങൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാണഴുകി നശിക്കും.
ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിന് വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണയെ അറിയിക്കണമേ ശാന്തി മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. കാഹളമോദിയവരെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം, വിധിനാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും തൃത്വത്തിനായി കീർത്തനമോതും. സ്വർഗ്ഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായെ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി അധികാത്ഭുതമേ.
അവരപ്പോൾ ഞാൻ സന്തോഷിച്ചു. യേശു മൃതരാമകിതർക്കും ജീവനോടുപോൽ ശരണമരുളിയിട. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറപിളരും മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിനായി ആനന്ദിക്കും. അഭയക്കുരിശിൽ കണ്ടവരവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാരുടെ പ്രകാശം വധിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളു. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയകടകേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. ആദ്യമുതലേക്കും ഈശോനാഥ മരണവും ഉയർത്തി കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. ഞാൻ
മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ വിശുദ്ധവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊള്ളേണ്ട കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവനെ മരണത്തിനെ നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സൗഭാഗ്യമുള്ള നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അകത്തിന് ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കുരിശ് വഴി നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. അവസാന ദിവസം നിന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധദാസകൾ ഭക്തരുടെ ദൈവജനന്റെ ആശീർവദിൽ നിന്നെ സഹായിക്കണേ. ജീവനെ മരണത്തിനെ നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യനെ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി
അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നാഥനടഞ്ഞിടുമന്തിമനാളേ, കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ നിന്നെ വിളങ്ങും മുഖമോട് കല്ലറവിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിരക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥൻ നിന്നുകത കേൾക്കും മനുജനുഭാഗ്യം. നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കാട്ടൊരു വിതയുടെ നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി. കാട്ടൊരു തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കരങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടൊരു വിതയുടെ നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആ സ്നേഹത്തിന്റെ കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ തിരുദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തെത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായവർക്കും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർ സ്ഥലത്ത് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Poner tu mano,
തലയിങ്ങോട്ട് തലയിങ്ങനെ വിടും തലി വിടാം. ശരി, മുന്നോട്ട് വരണം.